ചെറിയൊരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. നമ്മുടെ മലയാള സിനിമയിൽ ഇനി വരുന്നത് ആരായിരിക്കും സൂപ്പർ സ്റ്റാർ? ഇനി വരുന്നതിൽ ആരായിരിക്കും? പൃഥ്വിരാജ്. എല്ലാവരും പൃഥ്വിരാജ്. ഓക്കെ, കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, കാഴ്ചപ്പാട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഇൻഡസ്ട്രീനെ ഒരു വളർത്താനായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ പുള്ളിക്ക് നല്ല രീതിയുണ്ട്. പൃഥ്വിരാജ് തന്നെ ആയിരിക്കും അടുത്തൊരു സൂപ്പർ സ്റ്റാർ എന്ന് ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും അതെ. ഓക്കെ, താങ്ക് യു. വിമർശനങ്ങളും കാര്യങ്ങളും പുള്ളി മുമ്പേ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ എന്നാലും അതൊക്കെ പുള്ളി പൊളിച്ചടിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾറൗണ്ടാണ് ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിയുടെ. ഓക്കെ, താങ്ക് യു ചേട്ടാ. മലയാള സിനിമയിൽ അടുത്ത സൂപ്പർ സ്റ്റാർ ആരായിരിക്കും? ഫഹദ് ഫാസിൽ. എന്തുകൊണ്ടാ? നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അയാളായിരിക്കും. ഇതേ ഉള്ളൂ. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? മലയാള സിനിമയിൽ ആരായിരിക്കും സൂപ്പർ സ്റ്റാർ ഇനി? ഫഹദ് തന്നെയാണ് നോക്കുന്നത്. കാരണം അടിപൊളിയാണ്, അതുകൊണ്ട് അയാളായിരിക്കും. എല്ലാ വേഷമാണ് പുള്ളിക്ക്, എല്ലാ വേഷമാണ് പുള്ളി നന്നായിട്ട് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് ഫഹദിന്റെ കണ്ട ഫിലിം ആവേശം സൂപ്പറായിരുന്നു. ഓക്കെ, അതെന്താ അങ്ങനെ? അതെ, അഭിപ്രായം പറഞ്ഞു. ആരായിരിക്കും? ഫഹദ് തന്നെ ആയിരിക്കും. കാരണം നന്നായിട്ട് അഭിനയിക്കുമല്ലോ. ലാസ്റ്റ് കണ്ട ഫിലിം ആവേശം. മലയാള സിനിമയില് ആരായിരിക്കും അടുത്ത സൂപ്പർ സ്റ്റാർ? മലയാള സിനിമയില് ഇനി വരുന്നത് ആരായിരിക്കും? ഈ മമ്മൂട്ടി, മോഹൻലാൽ, ഇനി ആരായിരിക്കും? കാരണം നല്ല ആക്ടിങ്. എന്തുകൊണ്ടാ? നല്ല സിനിമ ആയതുകൊണ്ട് അതുകൊണ്ട് അയാളായിരിക്കും. എല്ലാവർക്കും ഇതേ അഭിപ്രായമാണോ? പൃഥ്വിരാജ്. കാരണം എന്താ? നല്ലൊരു ആക്ടറല്ലേ. ഓക്കെ, വേറൊരു കാരണമല്ല എന്നുവെച്ചാൽ കൊള്ളാം, അത്ര തന്നെ. മൊത്തത്തിൽ എല്ലാം കൊണ്ടും കൊള്ളാം. ചേച്ചിക്ക്? പൃഥ്വിരാജായിരിക്കും. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടില്ലേ ഇപ്പം തന്നെ. ഓക്കെ, ആടുജീവിതം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് എത്രയോ കിലോ കുറച്ചിട്ടൊക്കെ അല്ലേ ചെയ്തത്. ഫഹദ് ഫാസിലി. എന്തുണ്ട്? നല്ല അടിപൊളി പടങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. എന്തുണ്ടാ? അത് വേറൊന്നല്ല, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നടൻ ഇപ്പൊ കണ്ടുവരണേൽ പുള്ളിയേ ഉള്ളൂ. നെസ്ലിനാണ് അടുത്ത സൂപ്പർ സ്റ്റാർ. കാരണം എന്താ? അവന്റെ അഭിനയം കൊള്ളാം. ഫേമസ് ആയില്ലേ? ഓക്കെ, അവന് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ചെയ്യേണ്ടത്? ഓ, അങ്ങനൊന്നുമില്ല, സിനിമ കാണാറില്ല? കാണാനൊക്കെ ചെയ്യും. പക്ഷേ എന്താ പറയാ, ടോവിനോ. ഓക്കെ, കാരണം ടോവിനോ അടിപൊളിയായിട്ട് അഭിനയിക്കുമല്ലോ. ഓക്കെ. ദുൽഖർ സൽമാൻ. കാരണം ദുൽഖർ അല്ലെങ്കിൽ പൃഥ്വിരാജ് ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും കാരണം? കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് ഹിറ്റാവുന്നത് ആടുജീവിതം, അതൊക്കെ പൃഥ്വിരാജിൻ്റെ അല്ലേ, അതുകൊണ്ട് എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരുന്ന എല്ലാം പൃഥ്വിരാജിൻ്റെ ഹൈപ്പ് കൂടുതൽ പൃഥ്വിരാജിനാണ് ഇപ്പോൾ. മോക്ക് ആരെ ഇഷ്ടം? നെസ്ലിൻ. കാരണം നല്ലപോലെ അഭിനയിക്കല്ലേ. കോമഡി ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും എല്ലാം നല്ലപോലെ ചെയ്യുന്നുണ്ട്, നല്ലപോലെ എല്ലാം സ്യൂട്ട് ആകുന്നുണ്ട്. അതുകൊണ്ട് നെസ്ലിനായിരിക്കും. ദുൽഖർ. കാരണം അവരാണ് ഇപ്പൊ നിൽക്കണ എല്ലാത്തിനും അവരാണ് ഒരു മെയിൻ ആയിട്ട്. എല്ലാത്തിലും ചാടും, എല്ലാത്തിലും പോയി ചാടുന്നു. ഭയങ്കര ഇതുള്ള ആളവൻ, കുഴപ്പമില്ല. ஆக்சுவலி எனக்கு வந்து மம்முட்டி ரொம்ப பிடிக்கும். மம்முட்டிக்கு அப்புறம் இப்போ லேட்டஸ்ட்டாக பார்க்குறது பார்த்தீங்கன்னா, இப்போ லேட்டஸ்ட் ஒரு மூவி வந்ததில்ல, டொவின்டோ அவரை போலீஸ் கெட்டப்பில். அந்த மூவி எனக்கு நேமில் மலையாளத்தில் சொல்ல தெரியல. போலீஸாக ஆக்ட் பண்ணியிருப்பார் இல்லையா, அந்த மூவி எனக்கு ரொம்ப பிடிச்சிருந்தது. டொவின்டோ மூவிஸ் எல்லாமே நான் இப்போதைக்கு விரும்பி பார்க்குறது, மலையாள மூவிஸில் அது பார்க்குறது. அப்புறம் நார்மலாக மோகன்லால் மம்முட்டி இது நார்மலாக பார்ப்பேன். അടുത്ത സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് തന്നെ ആയിരിക്കുള്ളൂ. സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ കാരണം പൃഥ്വിരാജിൻ്റെ ഈയിടെ ഇറങ്ങിയ പടമൊക്കെ ആടുജീവിതമൊക്കെ നല്ല ഇതായിരുന്നു. അഭിനയം അതാണ് അത് അഭിനയം എന്ന് പറയുമ്പോൾ ജീവിതത്തിലേക്ക് നമ്മളങ്ങ് ലയിക്കണം അതിനകത്തേക്ക്. അതാണ് ഒരു വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരായിരിക്കും അടുത്ത സൂപ്പർ സ്റ്റാർ. പൃഥ്വിരാജ്. എന്തുകൊണ്ടാ? പൃഥ്വിരാജിൻ്റെ അഭിനയം അതുപോലെ നല്ലതാണ്. എല്ലാ പടങ്ങളും അത്യാവശ്യം നല്ല പടങ്ങളാണ്. പിന്നെ ഡയറക്ടറും അത്യാവശ്യം നല്ല
ഡയറക്ഷനാണ് അടിപൊളിയാണ്. ചേട്ടൻ്റെ അഭിപ്രായം? ഓ പൃഥ്വിരാജ് തന്നെ. ഓക്കെ, എന്തുകൊണ്ട്? ആക്ടിങ് വൈസ് ആയാലും ഡയറക്ടർ, പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. മീൻസ് സിനിമയുടെ എല്ലാ മേഖലയിലും പൃഥ്വിരാജ് തന്നെ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്. മീൻസ് എല്ലാ മേഖലയിലും ടോപ്പിൽ നിൽക്കുന്നത് പൃഥ്വിരാജ് തന്നെ. അതുകൊണ്ട് പൃഥ്വിരാജ് ആയിരിക്കും അടുത്ത സൂപ്പർ സ്റ്റാർ. അതായത് മലയാള സിനിമയിൽ ഇനി അടുത്തത് ആരായിരിക്കും സൂപ്പർ സ്റ്റാർ? ചേച്ചിയുടെ ഒരു അഭിപ്രായമില്ല. ഞാൻ അങ്ങനെ ഫിലിം ഒന്നും കാണാറില്ല. ഒന്നും കാണാറില്ല. ഫഹദ്. കാരണം കാരണമൊന്നുമില്ല, പുള്ളി അടിപൊളിയല്ലേ. പുള്ളി അടിപൊളിയാണ്, അതുകൊണ്ട് ആളായിരിക്കും സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ എപ്പോഴും മോഹൻലാലല്ലേ. അടുത്ത തലമുറ ആരായിരിക്കും? അടുത്ത തലമുറ എനിക്ക് തോന്നുന്നു ദുൽഖർ സൽമാൻ. എന്തുകൊണ്ടായിരിക്കും? കാരണം ആൾ കുറച്ചും കൂടിയും ഇപ്പോൾ നല്ല ഫിലിംസ് ചൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ മലയാളത്തിലല്ലെങ്കിൽ കൂടി കുറച്ചും കൂടിയും വാല്യൂ ആൾക്ക് കൂടിയിട്ടുണ്ട്, സ്റ്റാർ വാല്യൂ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സിനിമകൾ ചൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അതുപോലെ നല്ല കണ്ടന്റും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സൂപ്പറാവും. പിന്നെ പൃഥ്വിരാജ് വേറെ നല്ലൊരു ഓപ്ഷനാണ്. ആൾ നല്ല രീതിയിൽ കരിയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആടുജീവിതം പോലെയുള്ള സിനിമകൾ. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ ഏത് ക്യാരക്ടർ കൊടുത്താലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒരാൾ പൃഥ്വിരാജും നല്ലൊരു പുതിയ സിനിമകളൊക്കെ കാണാറുണ്ട്. തീർച്ചയായും പൃഥ്വിരാജ് ഫാസ്റ്റിൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഏകദേശം ഒരു ലീഡിൽ പോയിക്കൊണ്ടിരിക്കുക. പാൻ ഇന്ത്യൻ ലെവലിലും അല്ലാതെ എല്ലാ സിനിമയും ഇപ്പോൾ നടക്കുന്ന സിനിമ എല്ലാം അടിപൊളി സിനിമകളാണ്. നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കഥ മൊത്തം ചെയ്യുന്നത്. അപ്പോൾ അവരാന്ന് തോന്നുന്നു. ഇനി ആരായിരിക്കും സൂപ്പർ സ്റ്റാർ? ഈ മമ്മൂട്ടി, മോഹൻലാൽ അവരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ഫാസിൽ. എന്തുകൊണ്ടാ? കൊള്ളാം, അത്രേ ഉള്ളൂ. നല്ല വെറൈറ്റി ഉണ്ട്, അഭിനയൊക്കെ വെറൈറ്റിയാണ്, നല്ല സെലക്ഷൻ ഉണ്ട് സിനിമയുടെ. പൊട്ടുന്ന പടങ്ങൾ കുറവാണ്, കണ്ടിരിക്കാൻ. അതുകൊണ്ട് അവരായിരിക്കും. ചേട്ടൻ്റെ ഇനി അതിന് സൂപ്പർ സ്റ്റാർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാ? കാരണം 100 ദിവസം ഓടുന്ന സിനിമകളില്ല, സ്ഥിരമായിട്ട് ചെയ്യുന്ന സിനിമകളുടെ എണ്ണം കുറവ്, വർഷത്തിൽ 1-2 സിനിമകൾ ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെ സൂപ്പർ സ്റ്റാറിൻ്റെ ആ കാലഘട്ടം കഴിഞ്ഞു. നല്ല ആക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും, അതവരിങ്ങനെ ഒരു 10-15 വർഷം നിൽക്കും, പിന്നീട് അങ്ങനെ മങ്ങിപ്പോകും. അതാണ് എനിക്ക് തോന്നുന്നത്.